നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജാമ്യം റദ്ദാക്കി. മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ്. ആക്രമണത്തിനിരയായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അഫ്സലിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പ്രായപൂർത്തിയാകാത്തവരെ യൂത്ത് കോൺഗ്രസ് അക്രമത്തിന് പറഞ്ഞുവിടുന്നുവെന്ന് ഡിവൈഎഫ്ഐ. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI കുറ്റപത്രം. കേസ് കെട്ടിച്ചമച്ചത് CA വിജയൻ. കയ്യിൽ കടന്നുപിടിച്ചപ്പോൾ മറിയം റഷീദ എതിർത്തത് വിജയന്റെ വൈരാഗ്യ കാരണം. നമ്പി നാരായണനും മറിയം റഷീദയ്ക്കും കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റെന്നും കുറ്റപത്രത്തിൽ CBI. 30 വർഷത്തെ പോരാട്ടം ലക്ഷ്യം കണ്ടെന്ന് നമ്പി നാരായണൻ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു ഇക്കൊല്ലം തന്നെ നൽകും. 3 ഗഡു അടുത്ത സാമ്പത്തിക വർഷം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശികയും കൊടുത്തു തീർക്കും. കുടിശ്ശിക വന്നത് കേന്ദ്രാവഗണന മൂലമെന്നും മുഖ്യമന്ത്രി. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ച 7ാം ക്ലാസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. തൃശൂർ പാടൂർ സ്വദേശിയാണ്. ജൂൺ 1-നാണ് പനിയെ തുടർന്ന് ചികിത്സ തേടിയത്. തീവ്രത കുറഞ്ഞ വകഭേദമാണ് കുട്ടിക്ക് പിടിപെട്ടതെന്ന് DMO. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്താണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോളറ ബാധിതരുടെ എണ്ണം 4 ആയി. മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് അർദ്ധരാത്രിയോടെ കപ്പൽ പുറം കടലിലെത്തും. മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ്. കേന്ദ്രം 1 രൂപ പോലും പദ്ധതിക്കായി നൽകിയിട്ടില്ലെന്ന് മന്ത്രി VN വാസവൻ. യൂത്ത് കോൺഗ്രസുകാരുടെ അശ്ലീല പ്രചാരണങ്ങൾക്കെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച് മന്ത്രി വീണ ജോർജ്. അതിനീചമായ രീതിയിൽ കോൺഗ്രസുകാർ സോഷ്യൽ മീഡിയയിലൂടെ ഇടതു വനിതാ നേതാക്കളെ അപമാനിച്ചു. താനും അക്രമത്തിനിരയായി. മാറ്റം വരേണ്ടത് കോൺഗ്രസുകാരുടെ മനോഭാവത്തിനെന്നും മന്ത്രി. സമരം ചെയ്യാനെത്തുന്ന കർഷകരെ അതിർത്തികളിൽ തടയാനാവില്ലെന്ന് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി. ശംഭുവിൽ സർക്കാർ തീർത്ത തടസ്സങ്ങളും ബാരിക്കേഡുകളും നീക്കണം. ക്രമസമാധാനവും ഗതാഗത സംവിധാനങ്ങളും ഒരുപോലെ പുനഃസ്ഥാപിക്കാനും ഇരു സംസ്ഥാനങ്ങളോടും കോടതി. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി. മതേതര നിയമത്തിന് മുകളിൽ മറ്റു നിയമങ്ങൾ നിലനിൽക്കില്ലെന്നും സുപ്രീം കോടതി. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് നാളെ കൊച്ചിയിൽ തുടക്കം. 2 ദിവസത്തെ കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമ്പൂരി ചാക്കപ്പാറ കമലസനൻ കാണിയുടെ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. നെയ്യാർ റേഞ്ചിലെ ക്ലാമല സെക്ഷൻ 1-ലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ പിടികൂടി. മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഗൗതം വാസുദേവ മേനോന്റെ ആദ്യ മലയാള ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിര അണിനിരക്കും. മൊബൈൽ സിം കാർഡ് തട്ടിപ്പ്. മലപ്പുറത്ത് ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം കൊണ്ടോട്ടി മായക്കര സ്വദേശി അബ്ദുൾ ഷമീറാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് 1500ഓളം സിം കാർഡുകൾ കണ്ടെത്തി. മലപ്പുറം ക്രൈംബ്രാഞ്ചാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ കയ്പമംഗലത്ത് റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെടുത്തു. 3 പീടിക അറവുശാല സ്റ്റോപ്പിന് സമീപം ദേശീയപാതയോരത്താണ് ചെടി കണ്ടെത്തിയത്. 90 സെന്റിമീറ്റർ ഉയരമുള്ള ചെടി കൊടുങ്ങല്ലൂർ എക്സൈസ് ആണ് കണ്ടെത്തിയത്.
മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ 3 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കാട്ടിച്ചിറ സ്വദേശികളായ ഷഫീഖ്, നിഷാദ്, ജുനൈസ് എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. എടക്കര പോലീസിന്റേതാണ് നടപടി. വിംബിൾഡൺ ടെന്നീസിൽ ജോക്കോവിച്ച് സെമിയിൽ. എതിരാളിയായ അലക്സ് ഡി മിനൂർ പരുക്കേറ്റ് പിന്മാറിയതാണ് കാരണം. പശ്ചിമബംഗാളിൽ പെൺകുട്ടിക്ക് നേരെ തൃണമൂൽ അതിക്രമം. തൃണമൂൽ MLA മദൻ മിത്രയുടെ അനുയായി യുവതിയെ മർദ്ദിച്ചു. വ്യാപക പ്രതിഷേധം. പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. നിയോജക മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ രാജിവെച്ചു. രാജി ഗ്രൂപ്പ് പോരിനെ തുടർന്ന്. PSC വിവാദത്തെക്കുറിച്ച് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. മലയാള മനോരമയുടെ 1-ാം പേജിൽ തന്റെ പേര് ചേർത്ത് വന്നിരിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെയും CPIM ഏരിയ സെക്രട്ടറിയെയും ചേർത്താണ് മനോരമ വ്യാജ വാർത്ത നിർമ്മിച്ചതെന്നും CV വർഗീസ്. സ്വവർഗ വിവാഹ വിധിക്കെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. ദില്ലി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന EDയുടെ ഹർജി പരിഗണിക്കുന്നത് ജൂലൈ 15-ലേക്ക് മാറ്റി. ജസ്റ്റിസ് നീന കൃഷ്ണ ബൻസാൽ അധ്യക്ഷയായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ കുടുങ്ങിയ പ്രദേശത്ത് ജനങ്ങളുടെ പ്രതിഷേധം. നിരന്തരമായി വന്യമൃഗശല്യമുള്ള പ്രദേശമാണെന്നും പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം. ന്യൂഡൽഹിയിൽ നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ ആശുപത്രി ഉടമയടക്കം 4 പേർ പിടിയിൽ. 2 ദിവസം മുൻപ് ആശുപത്രിയിൽ ജനിച്ച ഇരട്ടക്കുട്ടികളിൽ ആൺകുട്ടിയെയാണ് വിറ്റത്. കോൺഗ്രസ് മുൻ MP സജ്ജൻ കുമാറിനെതിരായ സിഖ് വിരുദ്ധ കലാപക്കേസിലെ അന്തിമവാദം കേൾക്കുന്നത് റോസ് അവന്യൂ കോടതി ജൂലൈ 18-ലേക്ക് മാറ്റി. 1984-ലെ സിഖ് വിരുദ്ധ കലാപത്തിൽ സരസ്വതി വിഹാർ പ്രദേശത്ത് അച്ഛൻ മകൻ ദമ്പതികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് കേസ്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിനു സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ കാട്ടാന കുടുങ്ങി. തേക്കടി ഷട്ടർ അടച്ച് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെ ആന നീന്തി കരയ്ക്കു കയറി. ധനമന്ത്രി KN ബാലഗോപാലിന്റെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അനാവശ്യ വിവാദം. മന്ത്രി സർക്കാരിൽ അപേക്ഷ നൽകിയത് MLA-മാർക്ക് ലഭിക്കുന്ന നിയമപരമായ ആനുകൂല്യത്തിന്. ഒരു പ്രതിപക്ഷ MLA ചികിത്സാ ഇനത്തിൽ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയത് 98 ലക്ഷം രൂപ. ഓൺലൈൻ ചതിയിൽ പത്തനംതിട്ടക്കാർക്ക് നഷ്ടമായത് കോടികൾ. ജില്ലയിൽ വ്യാജ ഓഹരി തട്ടിപ്പ് വഴി നഷ്ടമായത് 4 കോടി രൂപ. തട്ടിപ്പിന് ഇരയാകുന്നവരിൽ കൂടുതലും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ. കോഴിക്കോട് പണിക്കർ റോഡിലെ അപകടാവസ്ഥയിലുള്ള ഫ്ളാറ്റ് സമുച്ചയം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ്. അർഹരായ മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാമെന്നും മേയർ. വാഗ്ദാനങ്ങൾ പാലിച്ച് പത്തനംതിട്ട നഗരസഭയിലെ ഇടതു ഭരണം. നവീകരിച്ച നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. 5 കോടി രൂപ മുടക്കിയാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡ് നവീകരിച്ചത്.
കാവിന്റെ പരിസ്ഥിതി പ്രാധാന്യം അടുത്തറിഞ്ഞ് കാസർഗോഡ് പാടിയിക്കൽ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് തൊട്ടടുത്തുള്ള കാവിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര നടത്തിയത്. കാവിൽ മരങ്ങൾ നട്ട് വിദ്യാർത്ഥികൾ വനമഹോത്സവത്തിന്റെ ഭാഗമായി. കരുവന്നൂർ ബാങ്കിൽ നിന്നും ED പിടിച്ചെടുത്ത രേഖകൾ ഉടൻ മടക്കി നൽകണമെന്ന് ഹൈക്കോടതി. ഇതിലൂടെ യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കത്തെയാണ് ഹൈക്കോടതി ഇല്ലാതാക്കിയത്. ഉഴമലക്കൽ പനക്കോട് കണിയാരംകോട് നിന്നും 25 കിലോയോളം തൂക്കം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടി. ജനവാസ കേന്ദ്രത്തിൽ മഴക്കാലമായതോടെ പെരുമ്പാമ്പ് കൂടുതലാണ്. തുടർന്ന് പരുത്തിപ്പള്ളി റേഞ്ചിൽ RRT സംഘം റോഷ്നി സ്ഥലത്തെത്തി 12 അടി നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. വിമുക്തഭടൻ ട്രെയിൻ തട്ടി മരിച്ചു. കാസർഗോഡ് നീലേശ്വരത്താണ് സംഭവം. പുതുക്കേച്ചേരി ശ്രീനിലയത്തിൽ ഉണ്ണിരാജയാണ് മരിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം ജന്മദിനം ആഘോഷിച്ച എഴുത്തുകാരൻ KL മോഹനവർമ്മ കൊച്ചി മാമംഗലം നവജീവൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ആഘോഷിച്ചത്. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. പ്രതികളിലൊരാളെ മലപ്പുറത്തു നിന്നും അറസ്റ്റ് ചെയ്ത് വൈത്തിരി പോലീസ്. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സംഭവത്തിൽ 12 പേർ അറസ്റ്റിൽ. ഇടുക്കിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. പൂപ്പാറ ചെമ്പാലയിൽ വീട്ടിൽ നിന്നും ഹാഷിഷ് ഓയിലും MDMAയും കണ്ടെടുത്തു. ഹാഷിഷ് ഓയിൽ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. എറണാകുളം സ്വദേശികളായ 4 യുവാക്കൾ കസ്റ്റഡിയിൽ. അഖിലേന്ത്യാ അവകാശ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി CITU. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ. അധ്യക്ഷത വഹിച്ച് CITU ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ. അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ കൊടുങ്ങല്ലൂരിൽ CITUവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ ഉദ്ഘാടനം ചെയ്ത് CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AK വിഷ്ണുദാസ്. വിനോദയാത്ര ദുരിതത്തിലാക്കിയ റിസോർട്ട് ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കോടതി ഉത്തരവ്. വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന പരാതിയിലാണ് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ്. $1200 കോടിയുടെ മോറിസ് കോയിൻ തട്ടിപ്പിൽ 3 പേർ പോലീസ് പിടിയിൽ. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ മലപ്പുറം യൂണിറ്റാണ് പ്രതികളെ പിടികൂടിയത്. സക്കീർ ഹുസൈൻ, ദിറാർ, ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് വടകരയിൽ സീബ്ര ലൈനിൽ വെച്ച് വിദ്യാർത്ഥിനികളെ ബസ്സിടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. അയ്യപ്പൻ എന്ന ബസ്സിലെ ഡ്രൈവറും കൊയിലാണ്ടി സ്വദേശിയായ മുഹമ്മദ് ഫുറൈസ് ആണ് പിടിയിലായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ BR വിനോദ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ നഗരസഭകൾക്ക് വേണ്ടി നടത്തിയ ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. മലയാളിയായ പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് രാജരവിവർമ്മ പുരസ്കാരം നാളെ സമർപ്പിക്കും. തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം കൈമാറും. 2022 പുരസ്കാരമാണ് സമർപ്പിക്കുന്നത്. ഇന്ത്യയിലെ വികസനോന്മുഖ സഞ്ചാര മാധ്യമ പ്രവർത്തനത്തിൽ 4 പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള
വെങ്കിടേഷ് രാമകൃഷ്ണന്റെ വഴിവിട്ട യാത്രകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നാളെ വൈകിട്ട് 3-ന് തൈക്കാട് ഭാരത് ഭവനിൽ നടക്കും. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം. ബി. രാജേഷ് പുസ്തക പ്രകാശനം നിർവഹിക്കും. ഉത്തർപ്രദേശിൽ ബസ് അപകടത്തിൽ 18 പേർ മരിച്ചു. ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിലാണ് ബസ് അപകടം. ഡബിൾ ഡെക്കർ ബസ് കണ്ടെയ്നറിൽ ഇടിക്കുകയായിരുന്നു. മരിച്ചവരിൽ 3 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടും. മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് രാവിലെ 7 മണിയോടെ. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് അനധികൃതമായി ഗോമാംസം കടത്താൻ കേന്ദ്ര സഹമന്ത്രി ശാന്തനു താക്കൂർ പാസ് അനുവദിച്ചെന്ന് തൃണമൂൽ MP മഹുവ മൊയ്ത്ര. ഗോമാംസം കടത്താൻ താക്കൂർ ഒപ്പിട്ട് നൽകിയ അനുമതി പത്രം എക്സിലൂടെ പുറത്തുവിട്ടു മഹുവ. ഉത്തരേന്ത്യയിലാകമാനം ഗോസംരക്ഷണത്തിന്റെ പേരിൽ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ ആസൂത്രിതമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കന്നുകാലികളുടെ വിലയിടിച്ച് കോർപ്പറേറ്റുകൾക്ക് വൻ ലാഭം കൊയ്യാനുള്ള ഗൂഢലക്ഷ്യമാണിതെന്നും കിസാൻ സഭ. അംബാനി കുടുംബത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിചിത്ര നിർദ്ദേശവുമായി മുംബൈ ട്രാഫിക് പോലീസ്. ജൂലൈ 12 മുതൽ 15 വരെയുള്ള 4 ദിവസങ്ങളിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി. എക്സിൽ പങ്കുവച്ച അറിയിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും മഴക്കെടുതി തുടരുന്നു. ഉത്തർപ്രദേശിൽ കനത്ത മഴ. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മണ്ണിടിച്ചിൽ. ബദ്രീനാഥ് ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഏഴ് സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ബീഹാർ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. കൊങ്കൺ പാതയിൽ വെള്ളക്കെട്ട്. 5 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം. 14 ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിച്ച് പതഞ്ജലി. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ലൈസൻസിംഗ് അതോറിറ്റി സസ്പെൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പരസ്യങ്ങളുമാണ് പിൻവലിച്ചത്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമം ലംഘിച്ചതിനെ തുടർന്നായിരുന്നു നിരോധനം. ഇന്ത്യ ബംഗ്ലാ അതിർത്തി വഴി അനധികൃതമായി കടന്ന 5 റോഹിംഗ്യൻ അഭയാർത്ഥികൾ അറസ്റ്റിൽ. 2 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ് പിടിയിലായത്. US-ൽ വെള്ളച്ചാട്ടത്തിൽ വീണ് ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തെലങ്കാന സ്വദേശിയായ സായി സൂര്യ അവിനാശാണ് മരിച്ചത്. അവധിക്കാലം ആഘോഷിക്കാനെത്തിയതായിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.